ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്നത്തേതൊരു സെയിൽ പോസ്റ്റാണ്. കുറച്ച് നാടൻ ബഡ്ഡിങ് റോസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സെയിൽ പോസ്റ്റ് ആയിട്ടാണ് എത്തിയേക്കുന്നത്. ടൈഗർ റോസിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊരു ലോഡ് വന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഒരുപാട് ബഡായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നതെല്ലാം. അതൊക്കെ ഇപ്പോൾ ഫ്ലവറിങ് ആവുന്നതേ ഉള്ളൂ. ഫ്ലവറിങ് ആവുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് വരുമ്പോഴത്തേക്കും നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഓർഡർ വരുന്നുണ്ട്, പക്ഷേ നമുക്ക് ഫ്ലവറിങ് ആയതെല്ലാം അന്നേരം തന്നെ സോൾഡ് ഔട്ട് ആവുന്നുണ്ട്. പിന്നീട് അവർ ചോദിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അന്നേരം നമുക്ക് ബഡ് കണ്ട് കുറച്ചൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ചിലതൊക്കെ നമുക്ക് ഒരു വെച്ചിട്ട് അങ്ങനെ കൊടുക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അത് വിരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ വിരിയുന്നതനുസരിച്ചിട്ടാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് 2-3 ദിവസം കൊറിയറിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആകും. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ സെയിൽ പോസ്റ്റിൻ്റെ അതൊക്കെ ഇങ്ങനെ ഡിലേ വന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ കാണുന്ന എല്ലാ വെറൈറ്റീസും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ച് പേർക്ക്, ഒരു 5 പേർക്കകത്ത് തരാനുള്ള റോസിൻ്റെ കളക്ഷൻസ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കാരണം ഫ്ലവറിങ് ആയി നിൽക്കുന്നത് അത്രയും പ്ലാന്റ്സേ ഉള്ളൂ. അതുകൊണ്ടാണ്. പിന്നീട് ഫ്ലവറിങ് ആവുന്നതിനനുസരിച്ചിട്ട് തന്നെ സെയിൽ പോസ്റ്റ് വരുന്നതായിരിക്കും. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ ഡിലൈറ്റ് ഉണ്ട്, ബേബി പാരഡൈസ് ഉണ്ട്, അത് ഈ ഒരു മിനിയേച്ചർ ടൈപ്പ് ഒരു സൺസെറ്റ് മാതിരിയുള്ളൊരു പ്ലാന്റ് ഉണ്ട്, ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. പിന്നെ അത് ഈ ഒരു ടൈപ്പ് നല്ല രസമാണ് കേട്ടോ. വിരിയുമ്പോഴത്തേക്കും ഒരു പിങ്ക്, യെല്ലോ, മജന്ത ഷെയ്ഡിൽ വരുന്നതാണ്. ഇത് വിരിഞ്ഞ് ഏകദേശം ഒരു 3-ാമത്തെ ദിവസം ആയപ്പോൾ ഒരു പ്ലാന്റിൻ്റെ സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത്. 3rd ഡേ ഒക്കെ ആയപ്പോൾ ഇതാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ഡേ വിരിഞ്ഞതിനുണ്ടെങ്കിൽ ഞാനിപ്പം വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കാം. ഇത് വൈറ്റ് 7 ഡേ ആണ്. വൈറ്റ് 7 ഡേയുടെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ്, നിറയെ പൂക്കളും മുട്ടുകളൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഇപ്പം ലോഡിൽ വന്നിട്ടുള്ളത്. മുമ്പ് വീഡിയോസ് ഇട്ടപ്പോഴും ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കൊറിയർ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട് കേട്ടോ. 3 ദിവസമായിട്ട് കൊറിയർ കുറേയൊക്കെ അയച്ച് തീർത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് പേരുടെ പെൻഡിങ് ആണ്. അത് 2 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ജമന്തിയുടെ കോംബോ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാൻസ് കിട്ടിയവരെല്ലാം നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യുക. പിന്നെയുള്ളത്, നിങ്ങൾക്കിപ്പോൾ പ്ലാൻസ് അയച്ചു തരുന്നവർ, അത് ഓർഡർ പ്ലേസ് ചെയ്യുന്നവർ വാട്സപ്പ് ത്രൂ ആയിരിക്കും ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നത് യൂട്യൂബിനകത്ത് വീഡിയോ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ആർക്കൊക്കെയാണ് പ്ലാൻസ് അയച്ചതെന്നുള്ളതെല്ലാം യൂട്യൂബിൽ വീഡിയോസ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻസ് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ കൊറിയർ അപ്ഡേറ്റ് എന്നത്തെയാണെന്നുള്ളത് ഡേറ്റ് സഹിതം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ പേർക്കുമുള്ള സ്ലിപ്പ് ചിലപ്പോൾ അയച്ചു തരാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇപ്പോൾ DTDCന്ന് എനിക്ക് സ്ലിപ്പ് കിട്ടുന്നത് ചിലപ്പോൾ അന്ന് നൈറ്റോ അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗോ ആയിരിക്കും സ്ലിപ്പ് വാട്സപ്പിൽ അയച്ചു തരുന്നത്. അപ്പോൾ അത് ചിലപ്പോഴേ അന്ന് കിട്ടുകയുള്ളൂ. കാരണം ഞാനിവിടെ സ്ഥിരം അയക്കുന്നത് കൊണ്ട് എനിക്കിങ്ങനെ അവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അയച്ചു തരുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് ടൈമിന് എനിക്ക് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് അയച്ചതെന്നുള്ളത് പേര് ഞാൻ അപ്ഡേഷനിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മുതൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നവർ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ പ്ലാൻസ് കിട്ടുമ്പോൾ നടേണ്ട മെത്തേഡും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും എല്ലാവരും പോയി കാണുക. കിട്ടുന്ന മണ്ണോ കാര്യങ്ങളോ ഒന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കുന്ന ഒരു പ്ലാന്റ്സും നശിച്ചു പോകാണ്ട് ഹെൽത്തി ആയിട്ട് തന്നെ ആക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ പ്ലാന്റ്സ് എടുത്തിട്ട് കട്ട് ചെയ്ത് കളയുകയൊക്കെ ചെയ്യുമ്പോൾ, അതായത് ആ ബഡിൻ്റെ പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നവരുണ്ടാകും. പൂക്കളൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ സേഫ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സേഫ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ വെച്ചിട്ട് ഡൈ ബാഗ് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പോട്ടി മിക്സും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ 2-3 പേരുടെ ശ്രദ്ധിച്ചതാണ്. അവർ വെച്ചേക്കുന്ന പ്ലേസ് വീടിനകത്ത് അങ്ങനെയൊക്കെ കൊണ്ട് വെക്കുന്നവരുണ്ട്. സിറ്റൗട്ടിൽ ഒട്ടും വെയിലെടുക്കാൻ പാടില്ല എന്നൊക്കെ കൊണ്ട് സിറ്റൗട്ടിലൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നവരുണ്ട്. അങ്ങനെ ഒന്നും വെക്കണ്ട. നിങ്ങൾ പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞിട്ട് അത്യാവശ്യം വെയിലടിക്കണം എന്ന് പറഞ്ഞ് ഒരു വെയിലേ അടിക്കാത്തൊരു പ്ലേസ് നല്ല ഉദ്ദേശിക്കുന്നത്.
അത്യാവശ്യം വെയിലടിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് പ്ലാന്റ്സ് ഒന്ന് ഓക്കെ ആയി വന്നതിന് ശേഷം നല്ല വെയിലത്തോട്ട് മാറ്റുക. വീടിനകത്തൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് പിടിച്ചൊന്നും കിട്ടത്തില്ല. അതിന് ആവശ്യമായ സൂര്യപ്രകാശവും വെള്ളമൊക്കെ കിട്ടിയാൽ മാത്രമേ പ്ലാന്റ്സ് അത്രയും ഹെൽത്തി ആയിട്ട് വരുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വീടിനകത്തൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് നശിച്ചു പോകും. അങ്ങനൊരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കർപ്പൂച്ചിൻ്റെ സൈഡിലൊക്കെ ആയാലും ഇച്ചിരി വെയിൽ കിട്ടണം. ഒരുപാട് വെയിലെന്നല്ല, പ്ലാന്റ്സിന് അത്യാവശ്യമായിട്ട് കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത്, എന്ന് പറഞ്ഞാൽ നട്ടുച്ച വെയിൽ കൊണ്ട് വെക്കാനല്ല പറയുന്നത്, ഒരു ഇളം വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പ്ലാന്റ്സ് വെക്കുക കേട്ടോ. പിന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഓവർ വാട്ടറിങ് അല്ല. രാവിലെ ആണെന്നുണ്ടെങ്കിൽ മോർണിംഗ് നനച്ച് കൊടുക്കുക. ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ ഈവനിങ് ഡ്രൈ, അതായത് ആ ഒരു ചട്ടിയിൽ നിന്ന് വെള്ളം വാർന്നു പോകുന്നവരെ പ്ലാന്റ്സിന് വെള്ളം നനച്ചു കൊടുക്കുക. പിന്നെ പോട്ടി മിക്സിൻ്റെ കാര്യം അതെല്ലാം ശ്രദ്ധിക്കുക. ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി നോക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ വൈറ്റ് 7 ഉണ്ട്, പിന്നെ പനിനീരിൻ്റെ വൈറ്റ് ഉണ്ട്, അതുപോലെ ക്രീ പ്ലാന്റ്സ്, ക്രീയുടെ വൈറ്റ് ഉണ്ട്, മിനിയേച്ചർ ടൈപ്പ് ഉണ്ട്, ക്രീപ്പർ പിങ്ക് ഉണ്ട്, ക്രീപ്പർ റെഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു കോംബോ ഉണ്ട്. കോംബോ എന്ന് പറയുന്നത് 4 പ്ലാന്റ്സിൻ്റെ കോംബോ ആണ്. 4 പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആയിരിക്കും. ഒരുപാട് ബ്രാഞ്ചസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 4 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ്. അതിനകത്ത് ബേബി പാരഡൈസ് ഉണ്ടായിരിക്കും, ബർത്ത്ഡേ പാർട്ടി, സമ്മർ സ്നോ അല്ല, ബർത്ത്ഡേ പാർട്ടി, പിന്നെ യെല്ലോ കളർ റോസ്, പിന്നെ ഡബിൾ ഡിലേറ്റ്, പിന്നെ വൈറ്റ്, യെല്ലോ, ഓറഞ്ച്, പിങ്ക്, പിന്നെ കളർ ചേഞ്ചിങ്, ഇങ്ങനെയുള്ള ഒരു 4 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കോംബോ വേണമെന്നുള്ളവർ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. കോംബോയുടെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടായിരിക്കും, ഒരു 3 മിനിറ്റിനകത്തേക്ക് ഈ വീഡിയോ ഉണ്ടാവുള്ളൂ. അത് നാളെ മോർണിംഗ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കോംബോ മേടിക്കാനായിട്ട്, അതായത് ഏതൊക്കെ കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. നാളെ മോർണിംഗ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതായത് ആ കോംബോയിൽ വരുന്ന പ്ലാന്റ്സ് ഏതൊക്കെയായിരിക്കും. പിന്നെ സെലക്ഷൻ വരുന്നില്ല, കാരണം ഇപ്പോൾ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റ്സ് ചിലപ്പോൾ അതിനകത്ത് കുറച്ച് പ്ലാന്റ്സേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരാൾ വന്നിട്ട് അതിനകത്ത് റെയറായിട്ട് വരുന്ന ഒരു 4 പ്ലാന്റ്സ് കളക്ട് ചെയ്ത് പൊക്കണം. പിന്നെ വരുന്ന കസ്റ്റമേഴ്സിന് ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് അതിനകത്ത് സെലക്ഷൻ വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് ബേബി പാരഡൈസോ അല്ലെങ്കിൽ ഡബിൾ ഡിലേറ്റോ കൊടുക്കാം. അതിൻ്റെ കൂടെ ബാക്കിയുള്ള പ്ലാന്റ്സ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, കളർ ചേഞ്ചിങ് പ്ലാന്റ് അങ്ങനെയൊക്കെ. അപ്പോൾ പ്ലാന്റ്സ് വേണമെന്നുള്ളവരും നിങ്ങളൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി പ്രൈസും ഡീറ്റെയിൽസും എല്ലാം പറയും. ഇല്ല, നാളെ നിങ്ങൾക്കത് പ്ലാന്റ്സ് കണ്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നാളെ മോർണിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഇതാണ് വൈറ്റ് പന്നീർ റോസ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നാടൻ ബഡ്ഡിങ് ആണ്. നല്ല ഹെൽത്തി പൂക്കളും ബഡ്ഡും ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ കാശ്മീരി റോസ്, അഹല്യ റോസ്, ബട്ടൺ റോസിൻ്റെ റെഡ്, പിങ്ക്, കമ്മൽ റോസ്, ഇതുപോലത്തെ എല്ലാ വെറൈറ്റീസും അവൈലബിൾ ആണ്. അപ്പോൾ നാടൻ റോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത്യാവശ്യം കളക്ഷൻസ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ നാടൻ ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ നല്ല പോലെ പൂക്കൾ തരുന്ന വെറൈറ്റീസാണ് നാടൻ ബഡ്ഡിങ്ങിൽ വരുന്നത്. നമ്മുടെ ബാംഗ്ലൂർ ബഡ്ഡിങ് അല്ല, നാടൻ ബഡ്ഡിങ് ആണ് വരുന്നതെല്ലാം. നാടൻ ബഡ്ഡിങ് നമ്മുടെ കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ബഡ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ക്ലൈമറ്റും അനുസരിച്ചിട്ട് നിറയെ പൂക്കൾ തരും. നിങ്ങൾക്ക് മേടിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഫ്ലവർ കഴിഞ്ഞിട്ട് അത് നശിച്ചു പോയി എന്ന് പറയേണ്ടി വരില്ല. അതിൽ നിറയെ പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്ലാന്റ്സിന് അത്യാവശ്യം വേണ്ടത് സൺലൈറ്റ്, വാട്ടറിങ്, പിന്നെ പ്രൂണിങ്, ഇതൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളം, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ നല്ലപോലെ റോസ് പൂവിടും. പിന്നെ ഇതാണ് കളർ ചേഞ്ചിങ്. ഇത് നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു പെറ്റൽ കൗണ്ടും പെറ്റൽ ഷേപ്പും ഒക്കെ മറ്റുള്ള റോസിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് തൈകൾ, അതായത് അടിഭാഗത്ത് വന്നിട്ടൊരു വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ, ഒരു മജന്തയും വൈറ്റും. പെറ്റലിൻ്റെ ഷേപ്പ് കുറച്ച് ഡിഫറെൻ്റ് ആണ് ബാക്കിയുള്ള റോസിൽ നിന്നും. ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് വേണമെന്നുള്ളവർ ഉടനെ തന്നെ വാട്സപ്പിൽ വന്നിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക. കാരണം വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഫസ്റ്റ് വരുന്ന ആൾക്കാർക്കായിരിക്കും. ഫസ്റ്റ് വന്നിട്ടിപ്പോൾ പ്ലാന്റ്സ് വെച്ചേക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പും നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് പ്ലാന്റ്സ് എല്ലാം എടുക്കാം, എത്രയാ എമൗണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇന്നിപ്പോൾ തന്നെ പേയ്മെൻറ്റ് ഇടാമെന്ന് പറഞ്ഞിട്ട് പോവും. പിന്നെ അവർ വരുന്നത് ചിലപ്പോൾ നെക്സ്റ്റ് ഡേ ആയിരിക്കും. ചിലപ്പോൾ അവർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തന്നെ തിരിച്ച് റെസ്പോൺസ് പോലും ചെയ്യില്ല, അവർക്കത് വേണ്ട. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്നൊന്നും പറയും. അപ്പോൾ നമ്മൾ അവരെ കരുതിയിട്ട് പ്ലാന്റ്സ് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ
അത് ഒരുപാട് തവണ അങ്ങനെ ഒരു അബദ്ധം പറ്റി. പ്ലാൻസ് മാറ്റി വെക്കും, അവർ വന്ന് എടുക്കുമെന്ന് കരുതിയിട്ട് അവർക്ക് വേണ്ടിയിട്ട്. കാരണം എല്ലാം ഓക്കെ ആയി ഗൂഗിൾ പേ നമ്പർ മേടിച്ചുകൊണ്ട് പോകുന്നവരാണ്. പിന്നെ അവർ ആ ഒരു ഏരിയയിലേക്ക് വരില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പ്ലാൻസ് മാറ്റി വെക്കുന്നത് ഇപ്പം ചെയ്യുന്നില്ല. ഇപ്പോൾ ആരാണോ ഫസ്റ്റ് പേയ്മെൻറ്റ് ഇടുന്നത് അവർക്ക് പ്ലാൻസ് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ തന്നെ DTDCയുടെ കൊറിയർ വഴിയിട്ട് അയക്കും. വ്യാഴം, വെള്ളി, ശനി 3 ദിവസമുണ്ട്. നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ പ്ലാൻസ് കിട്ടും. പിന്നെ നിങ്ങളെല്ലാം കൊറിയർ ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് DTDCയിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ചിലപ്പോൾ അവർ നിങ്ങളെ വിളിച്ച് പാഴ്സൽ തന്നൊന്നും വരില്ല. നിങ്ങളുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിളിക്കുക, കോൺടാക്റ്റ് ചെയ്യുക, പ്ലാൻസ് എത്തിയിട്ടുണ്ടോ എന്ന് തിരക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കളക്ട് ചെയ്യുക. ഇല്ല, നിങ്ങൾക്ക് അവിടെ പ്ലാൻസ് എത്തിയിട്ടില്ല എന്ന് അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടുക. ഞാൻ അതെന്താണെന്ന് ഇവിടെ DTDCയിൽ തിരക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ പ്ലാൻസ് നിങ്ങളിപ്പോൾ പ്ലാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ പോട്ട് ചെയ്യുക. അതിന് മണ്ണ് കളയാനൊന്നും നിൽക്കണ്ട, അങ്ങനെ തന്നെ പോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ തന്നെ ഫ്ലവറിങ് കിട്ടുന്നതായിരിക്കും പ്ലാൻസിൽ നിന്ന്. അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ പ്ലാൻസ് അയച്ചവർക്ക് പ്ലാൻസ് കിട്ടിയിട്ടുണ്ടാവുമെന്ന്, ഇന്ന് അയച്ചവർക്ക് നാളെ കിട്ടും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അയച്ചവർക്ക് പ്ലാൻസ് കിട്ടിയിട്ടുണ്ടാവും. അവരൊക്കെ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളതൊന്ന് ഷെയർ ചെയ്ത് കേട്ടോ. അപ്പോൾ ഈ പ്ലാൻസിൻ്റെ കുറച്ചൊരു 5 to 10 പേർക്ക് തരാനുള്ള പ്ലാൻസ് ഇപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്ലാൻസ് വേണമെന്നുള്ളവർ ഉടനെ തന്നെ വാട്സപ്പിൽ വരിക, നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക. നിങ്ങൾക്ക് ഇന്ന് ഒരു 10-10:30 വരെ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നവർക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. കാരണം പിന്നെ നാളെ മോർണിംഗ് ആയിക്കഴിഞ്ഞാൽ കൊറിയർ അയക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലായിപ്പോൾ ഏകദേശം ഒരു മണി 1:30 വരെ കൊറിയർ അപ്ഡേഷൻ്റെ തിരക്കിലായിരിക്കും. ചിലപ്പോൾ വിളിച്ചാലോ മെസ്സേജ് അയച്ചാലോ റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിനുശേഷമായിരിക്കും മെസ്സേജിന് റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.